ഹലോ, വെൽക്കം ബാക്ക് ടു 8 സ്പേസ്. നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ഗെയിമിക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓ, ഞാൻ ഇതെന്റെ രണ്ടാമത്തെ വീഡിയോയാണ് ഞാനിപ്പോ 8 സ്പേസ് MC ഇടുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഒന്നുമില്ല, തെക്വൈസ്ലൻഡ് എന്ന് പറഞ്ഞ ഏതൊരു ഗെയിമാണ്. ആ ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മലയാളികളാണ്. അതാണ് കളിക്കാൻ പ്രതീക്ഷിത മരണങ്ങൾ, കാരണങ്ങളില്ലാത്ത നിലവിളികൾ. ഫസ്റ്റ് തന്നെ എന്താ കഥ പറയുന്നതെന്ന് തോന്നുന്നു. പക്ഷേ പോറ്റിയുടെ കണ്ണുകളിൽ ആ നമ്മളെ വിശ്വാസത്തോടെ കല്ല് പതിച്ച സ്ഥലത്തേക്ക് പോറ്റി അഗ്നി ഉയർന്നു. വിറച്ചുപോയ ചുമന്ന ശക്തിയെ പോറ്റി തന്റെ രൂപഘടനയിലേക്ക് ആവാഹിച്ചു. ആവാഹിച്ചെടുത്തു തോന്നു കണ്ടിട്ട് ഏതൊരു കളിപ്പാട്ട മുഴുവനായി ബന്ധിച്ചു എന്ന് കരുതിയെങ്കിലും അതവിടെ അവസാനിച്ചിരുന്നു. പിന്നെ പുറത്തേട്ട് വന്നാ വീടിനകത്തെല്ലാം ചിരികളും ബന്ധങ്ങളുടെ ചൂടും ഒരു നിമിഷത്തേക്ക് ആ വീടിന് നിറച്ചു. പക്ഷെ അവർക്കറിയാതെ അവരുടെ സമാധാനത്തെ നോക്കി മറ്റൊന്ന് കാത്തു നിന്നിരുന്നു. വൈകാതെ തന്നെ ആ ശക്തി തന്റെ ഇടം കണ്ടിട്ട് ഒരു ശരീരം ഇപ്പോൾ അതിന്റെ അധീനതയിലായിരിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അതിന്റെ മുമ്പിൽ നിലനിന്നില്ല. ഒരിക്കൽ ചേർന്നിരുന്നതെല്ലാം അവിടെ തന്നെ തകർന്നു വീണു. അങ്ങനെ എന്താ ആർക്കും ഇതൊക്കെയാണ് കഥ കാണിക്കുന്നത്. അവനെ ചുറ്റിയ ഭാരം കൂടിയതുപോലെ ആ നിശബ്ദത പുറത്തുനിന്ന് ആരും എത്താതിരിക്കാനായി ആ ഇല്ലം ചുറ്റും വെള്ളം നിറഞ്ഞു. നിശബ്ദതയല്ല, ഓക്കെ, കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളയിലാണ് കഥ. ഇപ്പത്തെ കാലമൊന്നുമല്ല, പഴയ കാലാണ്. അപ്പൊ നമ്മളെ കണ്ടെന്തോ അയ്യോ മോനെ എന്താ ഗ്രാഫിക്സ് ഫസ്റ്റ് ആനിമേഷൻ തല്ലിപ്പൊളിയെന്ന് വിചാരിച്ചത്. ഇപ്പൊ കുഴപ്പമില്ല. ഇതേ നമ്മക്ക് ആർക്കറിയാം. പത്രപ്രവർത്തകയായ ഇന്ദിര 30 വയസ്സ് ആരോടെ പടാവുക കാണാതായിട്ടോ ഉള്ള ഒരു ന്യൂസാണ്. അവസാനം നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേതാ സച്ചിൻ ടെണ്ടുൽക്കർ? സച്ചിൻ ടെണ്ടുൽക്കർ നമുക്കൊന്നും അറിയില്ല. നമ്മൾ ക്രിക്കറ്റ് ഫാൻസ് അല്ല, ഫുട്ബോൾ ഫാൻസ് ആണ്. എല്ലാ എന്ത് ഗ്രാഫിക്സ് ആണത്! ഇതൊക്കെ മലയാളികൾ തന്നെയാണ്. കക്കൂസ ചെയർ, നമ്മളെ പഴയ കാലത്തൊക്കെ ചെയർ. ഏറ്റവും വലുത് കേരളത്തിലെ ഏറ്റവും മെയിൻ സംഭവം തൂമ പിടിച്ച അലമാരി, അതും ഇവിടെ ഉണ്ടല്ലോ. എമ്മാതിരി ഗ്രാഫിക്സ് ആണ് ഇതിന്. അപ്പോ ഈ കഥയെന്ന് വെച്ച് കഴിഞ്ഞാ, ഈ കളിന്ന് വെച്ചാൽ നമ്മള് തെക്കുവഴിക്ക് പോണം. അവിടെ പോയിട്ട് ബാധ എന്തോ സാധനം ഉണ്ട്, അതിനെ പോയി പോറ്റി എന്തോ സാധനം അതിനെ പിടിച്ച് തളയ്ക്ക, അത്രേ ഉള്ളൂ, കഥം. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി അതാണ്. എന്ത് ഗ്രാഫിക്സ് ആണത്! ഞാൻ വിചാരിച്ചു പോലില്ല ഇത്രക്കൊക്കെ ആവുന്നേ. ഇപ്പൊ ഇവിടെ ഒരു കിടക്ക കാണാണ്ട് ഈ ക്രിക്കറ്റ് ബാറ്റൊക്കെ ഇവിടെ ഇരിക്കുക എന്റെ പൻ. അപ്പൊ ഈ പോറ്റിയെ നമ്മൾ പടാക്കാൻ പോവാണ്. അത്രേ ഉള്ളൂ. ഇത് കവടി കണ്ട പോലെ എന്തോ അലമാരിക്കാണ്ട്. ഏതോ ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ആണോ ആരൊക്കെ പടങ്ങളുണ്ട് ആ കാലത്തെ ക്രിക്കറ്റ് കളിക്കാരെയാന്ന് തോന്നുന്നു. ഇതും തൊട്ടടാ ചായ ഗ്ലാസ്, പ്രിന്ററാ, അല്ല റേഡിയോടാ. പഴയ കാലത്തെ റേഡിയോ. ഞാൻ ഗെയിമിൽ ഇങ്ങനത്തെ സാധനം എമ്മാതിരി ഗ്രാഫിക്സ് ആണത്! ഇത്രയും ഗ്രാഫിക്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലടാ. ഇതും തൊട്ട് മലയാള മനോരഞ്ജന, മാതൃഭൂമിയല്ലേ വേണ്ടത്, ആ സമയത്ത് മനോരഞ്ജന ഇവിടുന്നാടാ. എന്തൊക്കെയോ പഴയ കാലത്തെ മനോരമ ഇതാന്ന് തോന്നുന്നു. ആരെങ്കിലും വീട്ടിലിപ്പോ മനോരഞ്ജന ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്ക്. എന്തെങ്കിലും ആയിക്കോട്ടെ. ക്രിക്കറ്റ് ബാറ്റൊക്കെ എടുക്കണ്ട. ഇതൊക്കെ എടുക്കാൻ പറ്റുമോ? ഇല്ലാല്ലേ. അപ്പൊ വാല് തുറന്നു പോവാം. കുട്ടിയൊക്കെ ഇട്ടിരിക്കുകയാണ്. നമ്മളത് അപ്പുറത്തേക്ക് കിടക്കുകയാണ്. ഇതെന്തോടെ ശിവന്റെ അല്ല വിഷ്ണുവിന്റെ ഇതുണ്ടെന്ന് വെച്ചിരിക്കുക. പിന്നെ ഇവിടെ കോട്ടയുണ്ട്, ഇതുണ്ട്.
പിന്നെ ഒരു റൂമുണ്ട്. എന്നിട്ട് കാറിന്റെ കീ മറക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കാർ കീ എടുത്തേക്ക് എന്തായാലും ടി വി വെക്കാൻ പറ്റുമോ? ടി വി വെക്കാൻ പറ്റില്ല. പിന്നെ തോട്ടങ്ങൾ വെച്ചാൽ വാർത്ത കാണിച്ചിട്ടുണ്ടായത് ഈ പറഞ്ഞ ടി വി വെക്കാൻ പറ്റുന്നില്ല. അല്ല വെയിറ്റ്, ആ കാലത്ത് ബ്ലാക്ക് സ്ക്രീൻ ആയിരുന്നില്ലേ? അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് കാണിക്കാം. ഫ്രിഡ്ജ് തുറക്കാൻ പറ്റുക. ആ കാലത്തൊക്കെ ഫ്രിഡ്ജും ഉണ്ടായിരുന്നില്ലേ? ഞാൻ ചിത്രയ്ക്ക് പണം ഞാനാന്ന്. ഇത് പുതിയ കാലം തന്നെയാ, വേറെ ഒന്നുമില്ല. കമ്പ്യൂട്ടർ വരിടാ, ഇത് റിച്ച് തന്നെ. എനിക്ക് തോന്നുന്നത് ഡിറ്റക്റ്റീവാ, പോലീസാ, അമ്മാതിരി എന്തോ സാധനം നമ്മളും തോന്നുന്നു. ഏതൊരു പോത്താണ് കിടന്നുണ്ടായിരുന്നില്ലേ? അതാണ് നമ്മള്. ഈ ബുക്കൊക്കെ ഒന്ന് എടുത്തു വെക്കാനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ഗെയിമിൽ പറയണ പോലെ ഇപ്പൊ നമുക്ക് ശരിയാക്കാം. ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് വെച്ചേക്കാം മാത്രമേ ഗെയിം ഇത് ഇവിടെ വെക്കുക. ഇവിടെ എന്താ സാധനങ്ങളൊക്കെ കുറെ ഇരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഉണ്ട്. പിന്നെ ഇതൊന്നും തോട്ടടാ, അപ്പോ കേരള മാപ്പൊക്കെ ഉണ്ട്. പിന്നെ ഏതൊരു തീരെ ഫോട്ടോ ഉണ്ട്. അതാരാ നിക്കറിയില്ല. അവളെവിടെ എന്തോട്ടൊക്കെ എഴുതിച്ചിരിക്കുന്നത്? നമ്മളെങ്കിൽ ഡിറ്റക്റ്റീവ് വേണമെന്നാ തോന്നുന്നത്. ബുക്സ് ഹിയറാ. ബുക്ക് എടുത്ത് അവിടെ കൊണ്ടിടുക. അയ്യോ കഷ്ടപ്പെടുക, വേറെ എവിടെ ഇട്ടിട്ട്. ഞാൻ ബുക്കൊക്കെ കൊണ്ടിട്ട് അവിടെ കൊണ്ടിട്ടുണ്ടേ. ഇതെന്തോട്ടാണ്? വലിയ വലിയ ബുക്കോളാ. നമുക്ക് ഈ ബുക്കൊന്നും അറിയില്ല. പഴയ കാലത്തെ ബുക്കോളെ. ഹാരി പോട്ടറൊക്കെയാണെ പിന്നെയും വായിക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നമുക്കറിയില്ല. ഇവിടെ അതേപോലത്തെ നീലക്കസേന്റെ തയ്യൽ മെഷീനൊക്കെ ഉണ്ടല്ലോടാ. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്കിനി പുറത്ത് കിടക്കാം. നമുക്കൊരു ഡയറി കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ തുറക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കീയും കിട്ടിയിട്ടുണ്ട്. ഈ ഡയറി തുറക്കാനും പറ്റില്ല എന്ന് വെച്ചാൽ എന്ത് കഷ്ടാന്ന് വെച്ചാ. എന്തോട്ടത് പേപ്പർ. നിന്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്നാ? അപ്പൊ ആ അമ്മച്ചി നമ്മുടെ ഭാര്യയായിരുന്ന? നമ്മളല്ല, ഈ ക്യാരക്ടറിന്റെ എന്ന് വെച്ചാ ആ പോത്തന്റെ, ആ പോത്തിന്റെയാണ്. നമ്മൾ പുറത്തെ കിടന്നു. എന്തപ്പണ്ടായത്? മോനെ വന്നടാ, നമ്മളിപ്പോ പുറത്തേക്ക് വന്നടാ. നമ്മളിപ്പോ ഏതാ ജീപ്പില് പോയിക്കൊണ്ടിരിക്കുക മോനെ. ഇതെന്താണ് വായിക്ക്? എന്നിട്ട് തെക്ക് ഐലൻഡ് അതാന്ന് തോന്നുന്നു. തേക്ക് ഐലൻഡ്. ഇതാടാ നമ്മൾ ക്യാരക്ടർ തന്നെ വേറെ ലെവലല്ലേ. ഈ മീശൊക്കെ ഉണ്ടായിരുന്നല്ലേ? നമ്മൾ പുറം മാത്രം കണ്ടുള്ളൂ അതിന്റെ. ഇയാള് പെട്ടയാന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തിനായിക്കോട്ടെ, എമ്മാതിരി ഗ്രാഫിക്സ് ആണത്. വേറെ ലെവല് ഗ്രാഫിക്സ്. ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇത്രക്ക്. ഇടത്തൊക്കെ മലയാളികൾ തന്നെയാണ് ഉണ്ടാക്കിയത്, വല്ല ബംഗാളികളാ. ഇത്രക്ക് ഗ്രാഫിക്സ് എന്ന് വെച്ചാൽ ഗ്രാഫിക്സ് മോനെ കണ്ണ് തള്ളി പോണ പോലെയാടാ. എന്താണത് ഇത്രക്ക് ഗ്രാഫിക്സ് കൊണ്ട് പറഞ്ഞിട്ട്? ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഗെയിം കളിച്ചിട്ടില്ല. അതും മലയാളികൾ ഉണ്ടാക്കിയതെന്ന് വെച്ചാ ഇമാതിരി. മലയാളത്തിനൊക്കെ ഇപ്പൊ ഒരു അഭിമാനേ. ഇമാതിരി ഗ്രാഫിക്സേ. നമ്മളിപ്പോ എങ്ങോട്ടേക്ക് നടക്കുന്നത്? പുഴയുടെ അവിടേക്ക് നടക്കുന്നതെന്ന് തോന്നുന്നു നമ്മളിപ്പോ. ഗൈസ്, നമ്മൾ ഇവിടെ ബോട്ട് കാണുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ പഴയതുപോലെ ഗെയിംസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. എവിടേക്ക്? തെക്ക് ഐലൻഡിലേക്ക്. അപ്പോ അവിടെ പോയിട്ട് ഇന്ന് കുറച്ച് പണിയൊക്കെ ചെയ്യാണ്ട്. അതെനിക്ക് ഇവനെ കാണണം. നമ്മുടെ മമ്മൂട്ടീനെ. മക്കളെ, നമ്മളെ തറയടാ. ഇനിയാണ് പൊടിപൂരം. ഇവിടെ കാക്കൊക്കെ പറന്നു പോകുന്നുണ്ട്. ഇപ്പൊ ഏകദേശം ഉച്ച തിരിഞ്ഞെന്ന് തോന്നുന്നു കണ്ടിട്ട്. നമ്മളിപ്പോ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ എത്തി. ഇനി തിരിച്ചു പോകാൻ പറ്റില്ലേ? അയ്യോ എന്ത് കഷ്ട. നമ്മളെ സ്ഥലത്തെത്തിണ്ട്. ഇതാണ് തെക്ക് ഐലൻഡ് എന്ന് തോന്നുന്നു. നമുക്കിപ്പോ നടന്നു പോയേക്കാം. ഇവിടെ നിറച്ച് വെയില് കെട്ടി വെച്ചിരിക്കും ഞങ്ങള്. നല്ല ഫോഗൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മള് പ്രേതത്തിന്റെ എവിടേക്ക് വന്നിരിക്കുന്നു. ഇനി എന്താ നടക്കാന്ന് ആർക്കും അറിയില്ല. നമുക്കിപ്പോ പോയേക്കാം എന്തായാലും. ഇതെന്താണ് ഇങ്ങനെ? വെയിറ്റ്, ഈ സ്ഥലം ഞാൻ ഇവിടെ കണ്ട പോലെ. ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള പോലെ നോക്കിയ. ഇതിവിടെ ഒരു വീടുണ്ടെന്ന് തോന്നുന്നു. ഡയറിയിൽ അപ്ഡേറ്റ് ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഡയറിയിലൊന്നും കാണാനില്ല. നമുക്ക് തുറക്കാനായിണ്ട്. അതാണ് എനിക്ക് പ്രശ്നം. അയ്യോ, ഇവിടെ ഫുള്ള് ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കാ നമ്മള്. ഇതെന്താ ഒരു ഐഡന്റിറ്റി കാർഡ്? ഏതിന്റെ ആരുടെ ഐഡന്റിറ്റി കാർഡത്? മറ്റേ പെങ്ങളുടെ മറ്റേ സാധനത്തിന്റെ നമ്മൾ തപ്പി നടക്കാൻ പോണ അതിന്റെ.
അതിന്റെ ഐഡന്റിറ്റി ആളാന്ന് തോന്നുന്നു. എന്തോട്ടാ റിപ്പോർട്ടർ എന്നല്ലേ കേട്ടത്? അതിന്റെ തന്നെ. എന്താ ഡയറി ആക്കാൻ പറ്റുന്നില്ല, അതാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, നമ്മളിതാ കൂടെ പോകുന്നു. ഈ വഴിക്ക് പോവാല്ലേ? ആടാ നമ്മളെത്താറാടാ മോനെ, ഇത്തറ ഈ പ്രേതത്തിന്റെ സ്ഥലത്തേക്ക്, പോറ്റിയുടെ അടുത്തേക്ക് എത്താറാടാ. ഈ സ്ഥലം എവിടെയാ കണ്ട പോലെ? വെയിറ്റ് ഗൈസ്, ഈ സ്ഥലം ഞാൻ എടുക്കേണ്ടത് ഇത് വേണ്ടതന്നെ. ഇത് ബ്രഹ്മയുഗമാടാ, ബ്രഹ്മയുഗിലെ സ്ഥലമാണത്. നമ്മൾ ശരിക്കും ഇവിടെ എടാ ഇവറ്റങ്ങള് തനി ബ്രഹ്മയുഗം എടുത്ത് വെച്ചിരിക്കടാ. ബ്രഹ്മയുഗിലെ ആ സ്ഥലത്തന്നെ വെച്ചിരിക്കുന്നത്. മോനെ വേറെ ലെവല്. എടാ ഇവരിത് കോപ്പിടിച്ച് വെച്ചിരിക്കുകയല്ലേ സാരെല്ലാം. വെറുതെ ഇല്ല, ആ ഫ്രണ്ടിത്തെ ഗേറ്റ് കണ്ടപ്പോ തന്നെ ഇവിടെ കണ്ടുപിടിച്ചുള്ള പോലെ. പിന്നെ ഇത് കണ്ട പിന്നെ പറയണ്ട, അവിടെ ജനലൊക്കെ ഉണ്ട്. ഓ, ഈ ജനല തുറക്കാനും പറ്റുന്നില്ല. അവിടത്തെ ഒരു ജനല തുറന്നിരിക്കുന്നുണ്ട്. ഓ, ഇമാതിരി രീതിയിലാണോ ഇത്? ബ്രഹ്മയുഗം മറ്റേ സ്ഥലം തന്നെ. നമുക്കപ്പോ സ്ഥലമൊക്കെ മാപ്പൊക്കെ നല്ല സെറ്റാണ്. അവിടെ നമ്മള് പടം കണ്ടിട്ടുള്ളതാണ്. അത്ര ഉള്ളു. എടാ ഈ വേലിയുടെ അപ്പുറത്തേക്ക് ചാടാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ കഷ്ടം. എന്ന് വെച്ചാ എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പോയേക്കാം. ഓ, ഇവിടെ ചാടാനും പറ്റണില്ല. എന്ത് വലിയ കഷ്ടാന്ന് വെച്ചാല്, ഇതാ ബ്രഹ്മയുഗിലെ കറക്റ്റ് സ്ഥലം. അത് നമ്മുടെ മമ്മൂട്ടി ഇരിക്കുന്ന സ്ഥലല്ലേ ഇത്? മമ്മൂട്ടി ഇരുന്ന ആ കറക്റ്റ് ആ കസാര എവിടെ ഇരിക്കുന്നുണ്ടെന്ന് വെച്ചാലേ, ആ മമ്മൂട്ടി ആ പോറ്റി ഇരുന്ന കസാല നമ്മളവിടെ തന്നെ എത്തിയിരിക്കുന്നത് മക്കളെ. ഇത് തന്നെ കോപ്പിടിച്ച് വെച്ചിരിക്കുക, വേറെ ഒന്നുമില്ല. നല്ല സ്ഥലവും കിട്ടിയില്ല. ഇതെന്താണ് പാലും ബക്കറ്റ് കിടക്കുന്നല്ലോ? ബിൽമക്കാര് ഇവിടെ കിട്ടുകൊണ്ടായിരുന്നു തോന്നുന്നു കണ്ടിട്ട്. എന്തെങ്കിലും ഇവിടെ നടന്നു പോവാം. ഓടാ, ഇവിടെ ഇതിന്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല. ഏറ്റവും വലിയ പ്രശ്നം അതാ. എന്ത് വലിയ കഷ്ടല്ല, അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ടിട്ട്. എന്തിനാ നോക്കട്ടെ, ഇപ്പൊ നമുക്ക് ഇതുകൂടെ ഇങ്ങനെ പോവാട്ടാ ഗായ്സ്. ഇവിടെ നമ്മളൊരു കോണി കാണുന്നുണ്ട്. ബെസ്റ്റ് കോടി കണ്ടിട്ട് അപ്പുറത്തേക്ക് പോകാൻ പറ്റിയാന്ന് വെച്ചാൽ നാശം. ഇത് ഇത് വീഴാൻ പറ്റൂടാ. ഇത് കൂടി കഴിഞ്ഞാൽ നമുക്ക് സുഖമായി പോവാടാ. ചാടാൻ പറ്റില്ല അല്ലേ? ചേട്ടാ ഇത് ഫുള്ള് എടുത്ത് കളയാം നമുക്ക്. ഓക്കെ, കോണിയുടെ അടുത്തിണ്ട്. നമുക്കിപ്പൊ കോണി കയറണ്ട. കണ്ടിട്ട് ഇത് ലാസ്റ്റ് സ്ഥലമാന്ന് തോന്നുന്നു. നമുക്ക് അതിന് കാര്യം പിന്നെ ഇവിടെ നിന്ന് കറങ്ങി അടിച്ച് നടന്നിട്ട് വരാം. എന്തെങ്കിലുമൊക്കെ ക്ലൂ കിട്ടുമോ നോക്കണ്ടേ. ഓ, ഇതൊന്നും ടയർ കമ്പനിയാ? അപ്പോഴോ ടയർ ഒന്നിനാട്ടെ. പുറത്തേക്ക് കിടക്കാനും പറ്റില്ലെന്ന് വെച്ചാ ഈ ശരിക്കത്തെ വഴി എവിടെ പോയി? ഇനിയിപ്പോ എവിടെ വഴി? നമ്മൾ വന്ന വഴി മറന്നുപോയി. അതെത്തി. ഈ വഴിക്ക് പോയാൽ മതി, സമാധാനം എത്താം. അതെ, മറ്റേത് എൻട്രൻസ് ഗേറ്റ് നമ്മൾ കടക്കുന്നു ഗായ്സ്. ഏതൊരു മന പോലെ എന്തോ സ്ഥലമുണ്ട്. അപ്പോ അവിടേക്കൊന്ന് കയറി കണ്ടിട്ട് വരാട്ടെ നമുക്ക് ഗായ്സ്. ഇവിടെ എന്താടാ വാഴക്കൊലകൾ നടച്ചിരിക്കുക ഗായ്സ്. നമ്മളിതാ പോകുന്നുണ്ട്. വെള്ളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. എന്താ ഒരു ഗ്രാഫിക്സിലാ മക്കളെ. അവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇതില് നമ്മുടെ ലോകയിലെ ചേർത്തനും കൂടി ഉണ്ടോ? മൈക്കിൾ ഇതിലുണ്ടോ നമ്മുടെ ചാത്തൻ? ഞാൻ വിചാരിച്ചില്ല ലോകയിൽ ഇങ്ങോട്ടും കൊണ്ട് വരേണ്ട ആവശ്യമുള്ള. ഇപ്പൊ ബ്രഹ്മയുഗത്തില് ചാത്തനെ കൊണ്ടുവന്നു, ഇപ്പൊ ഇതിന്റെ ചാത്തനെ കൊണ്ടുവന്നു. ഇനി എത്തൊക്കെ ചാത്തന്മാരെ കൊണ്ടുവന്നാകുമ്പോ നമുക്ക് എന്തായാലും ഫ്രണ്ട്സ് ആയത് അങ്ങനെയൊക്കെ. അപ്പൊ നമുക്ക് തോമസിന്റെ ചാത്തനെ കേട്ടോ. ഇവിടെ നമുക്ക് ഇതും തോട്ടാണ്. നീ വന്നല്ലേ മുമ്പേ ഒരാൾ ഇവിടെ എത്തിയിരുന്നോ? ആള് പടായി എത്തോളാം വന്നിട്ടെ. ഡയറിയിൽ അപ്ഡേറ്റ് ഒക്കെ എന്ന് പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് തുറക്കാറില്ല. അതാണ് ഏറ്റവും കഷ്ടം ഗായ്സ്. നമുക്ക് ഇതെന്താ കിട്ടിയിട്ടുണ്ട്? ഇതെന്താ സാധനം? വൺ പീസിന്റെ ട്രഷർ ഇതുപോലെ ഉണ്ട്. എന്തെങ്കിലും നമുക്ക് നടന്നു പോകാം. ഓക്കെ, ഇനിയിപ്പോ അവിടെ കറങ്ങിയടിക്കാൻ ഒരു സ്ഥലമില്ലാന്ന് തോന്നുന്നു. നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് നമ്മുടെ അവിടേക്ക്, ടയർ ബിസിനസിന്റെ അവിടേക്ക്. നമുക്കിനി സ്റ്റെപ്പും പടി കയറാം. എന്നിട്ട് കുടുവാൻ പോറ്റിയിട്ട് അതിന്റെ ഉള്ളിക്ക് പോയിട്ട് നമുക്ക് അതിനകത്താല് തോന്നിട്ട് വരാം. അപ്പൊ ഗായ്സ് നമ്മളിപ്പോ കയറാണ്. അമ്മച്ചേ, എന്ത് കഷ്ടപ്പാടായ സാധനത്തിന്. അയ്യോ, ഇത് പന്നിക്കളവാണ് എന്നെ ഉന്തിട്ടത്. ആരടാ എന്നെ ഉന്തിട്ട്? എന്തപ്പ ഉണ്ടാവുന്നത്? 5 മണിക്കൂറാ? വെയിറ്റ് ഗായ്സ്, നമ്മൾ 5 മണിക്കൂറായിട്ട് ഇവിടെ കിടന്നുറങ്ങായിരുന്നു. നമ്മളിവിടെ വന്നത് നമ്മളിങ്ങനെ ഇവിടെ എത്തിയത് 5 മണിക്കൂറായിട്ട് ഇതിന്റെ ഉള്ളിൽ കുത്തിയിരിക്കുന്ന പറഞ്ഞത്. ഓ നോ ഷിറ്റ്, നമ്മൾ പെട്ടടാ. ഗ്രാനിയേക്കാളും ഭയാനകരമാണ് കേരള ഗെയിംസ് തോന്നുന്നു.
ഓ ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്. പിന്നെന്തോട്ടാ അതെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഓയിൽ എടുത്തേക്കാം നമുക്ക്. അപ്പൊ എങ്ങനെയാണെങ്കിൽ തീ കത്താനിരിക്കും. ഓക്കെ, നിനക്ക് ഈ വീട് അന്യമായിരിക്കും, പക്ഷെ ഈ വീട് നിന്നെ മറന്നിട്ടില്ല. എന്നെ മറന്നിട്ടില്ല. ഇതെന്റെ വീടാണോ? ഗൈസ്, നമുക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഇവറ്റാണ് എന്തൊക്കെയാ പറയുന്നുണ്ടെന്ന് തോളിയാൻ വെച്ചിട്ട്. ഏത് കിളവ നാറിയട ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ച് പോകുന്നത്. ഇതിനെ പുറത്തേക്ക് കിടക്കാനും പറ്റില്ല എന്ന് വെച്ചാ, ഡോറ് തുറക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ എന്തെങ്കിലും ഇഷ്ടം. നോ, ലൈറ്റ് ഓഫ് ചെയ്യണ്ട, എനിക്ക് പേടിയാവുക. ഇത് എടുക്കാൻ പറ്റുമോ സാധനം? നോ, ഓഫ് ചെയ്യാൻ പറ്റും. എവിടെയാണത് പോ? അമ്മിക്കല്ലൊക്കെ വരെ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ. നമ്മളിപ്പോ പുറത്തേക്ക് ഇങ്ങനെ കിടക്കാൻ എനിക്ക് മനസ്സിലാവാത്തത് ഗായ്സ്. ഇവിടെ ഒന്നും കാണാനില്ല. വല്ല ചെറിയൊരു വഴി ഉണ്ടാവും. ഈ വാല് തുറക്കാൻ പറ്റണില്ല. ഇതിന്റെ ഉള്ളിൽ എന്തോണ്ടാ ഗായ്സ്? നമ്മളെന്തോ കണ്ടു. അവിടെ എന്തോണ്ടത്? ആരും നടന്നു പോയിട്ട് ഗായ്സ് കണ്ടിട്ട് കുടുംബം പൂറ്റിയുടെ ഭാര്യ വന്നെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇത് ചാത്തനല്ല, ജക്ഷിയെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ ഗായ്സ്, എന്താ പണ്ടായത്? ഗായ്സ്, നമ്മൾ ഇതോടുകൂടി ഇത് നിർത്തുകയാണ്. അടുത്ത പാർട്ട് 2 കാണാം.